ഹലോ, തോജുമോൻ മുടിയൊക്കെ ചീകി ഒതുക്കി ഒരു പ്രധാന സംഭവത്തിന് പോവാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ട്സും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ടെമ്പിളിലേക്കാണ്. ഇതൊരു വലിയ അമ്പലമാണ് കേട്ടോ. ഇഷ്ടംപോലെ കാഴ്ച കാണാനുണ്ട് ഇവിടെ. നല്ല സ്ഥലത്ത്, നല്ല ഏരിയയിൽ, നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. ഇവിടുത്തെ ഉത്സവത്തിനൊക്കെ വന്നാൽ നമ്മുടെ നാട്ടിനേക്കാളും നല്ല കാഴ്ചയുണ്ട്, ഇഷ്ടംപോലെ ആനയൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ഞാൻ അവിടേക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ കേട്ടോ. കാണാത്തവർ കാണേണ്ട ഒരു അമ്പലം തന്നെയാണിത്. അങ്ങനെ ഇതാ നമ്മൾ പിള്ളേരെ കുറേ നേരം ഓടിക്കളിയൊക്കെ കണ്ട് നിന്ന് നമ്മൾ ചോറ് കൊടുക്കാനാട്ടോ വന്നത്. തോജുമോൻ്റെ അവസാനത്തെ ചോറൂണാണിന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കല്യാണം ഉണ്ട്, അത് കാരണം നല്ല സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചോറൂണ് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഒരു തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഒരു ചോറൂണും കൂടി ബാക്കിയുണ്ടവന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. മഞ്ജു ഉണ്ടല്ലോ, ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മക്കൾക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവരെ വിശപ്പൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കൊടുത്ത്. പിന്നെ നമ്മളിതാ ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. ചോറ്റാനിക്കര ഇറങ്ങിയ പാടെ കുറേ കുങ്കുമൊക്കെ ആട്ടോ കണ്ടത്. അതൊക്കെ വെറുതെ നോക്കിയിട്ടുള്ളൂ, വാങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ വേഗം തന്നെ അകത്തേക്ക് കയറി ചോറൂണിനൊക്കെ ഷീട്ടാക്കി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു, നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പരിപാടികളൊക്കെ വെറുതെ ഇങ്ങനെ വീക്ഷിച്ചിട്ട് വെറുതെ ചുറ്റി നടന്നു, അത്രേ ഉള്ളൂ. ചോറൂണിന് കുറച്ചുകൂടി സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ആ സമയം ആവുന്ന വരെ അവിടെ ഇങ്ങനെ തട്ടിമുട്ടി പിള്ളേരെപ്പൊക്കെ ഓടി നടന്നിട്ട് അങ്ങനെ സമയം കളഞ്ഞു. അത് ചോറൂണ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ചോറൂണ് കഴിഞ്ഞിട്ടാണ് അത്ര പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ചോറൂണിന് വരുന്ന ആൾക്കാർ. അപ്പോൾ ചോറൂണായിട്ടുണ്ട്. ഇതാ തോജുമോൻ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് ചോറൊക്കെ ഒറ്റയ്ക്ക് തന്നെ വാരി തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇലയിലുള്ളത് നമ്മൾ മക്കളൊക്കെ കഴിച്ചു. തേജിട്ടനായിരുന്നു അത് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതാ അവിടുന്ന് പിള്ളേരെ ഓട്ടം തന്നെയായിരുന്നു, അവർ പിന്നാലെ ഓടിക്കളി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം തന്നെ സ്ഥലം വിട്ടു. നേരെ പോയത് ശരവണ ഭവനിലേക്കാണ്. അവിടെ കയറിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. നമുക്ക് പറ്റിയൊരു ടേബിളായിരുന്നു, എല്ലാവർക്കും സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വേഗം തന്നെ എൻ്റെ മസാല ദോശ എത്തി, ഞാൻ കഴിപ്പ് തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരുടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തോജുമോന് കഴിക്കുന്നുണ്ട്, ഓനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ. അങ്ങനെ അവസാനം എല്ലാവരുടെ കഴിപ്പും കഴിഞ്ഞ് തേജുട്ടനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അവൻ്റെ കഴിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അവനാണ് അവസാനത്തെ ആൾ. അങ്ങനെ അവൻ്റെയും കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പിള്ളേർ ഫ്രൂട്ടി എന്തൊക്കെയോ കണ്ടിട്ട് അതിന് വാശി പിടിച്ചിട്ട് പിന്നെ അതും വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബോധം എന്തോ മറന്നുപോയി. അങ്ങനെ അത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേഗം തന്നെ വീട്ടിൽ